ശിവാജി എന്ന് പറയുന്ന സംഭാജിയുടെ പിതാവ് ക്ഷേത്രങ്ങൾ ആക്രമിച്ചതിൻ്റെ രേഖകൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. രാജരാജ ചോളൻ നമ്മൾ കൊണ്ടാടുന്ന വലിയ വലിയ എംപയറായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ആക്രമിച്ച ചരിത്രത്തിലെ എന്താ പറയുന്നത് രാജാക്കന്മാരിലൊരാൾ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരെന്തുമാത്രം ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്ന് പറയുന്നത് ഒരു കിങ്ഡത്തെ തകർക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. അത് തകർക്കുമ്പോഴാണ് ആക്രമണം പൂർണ്ണമാകുക, വിജയം പ്രഖ്യാപിക്കപ്പെടുക. അപ്പോൾ അതിൽ മുസ്ലിം രാജാക്കന്മാർ മാത്രം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു എന്ന മതപരമായ ഡിവൈഡ് ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് അതിൻ്റെ ഒരു 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 വെറുപ്പിൻ്റെ ഒരു ധാര ഈ വർത്തമാനകാലത്തിലേക്ക് കൂടി വെട്ടിവിടുകയാണ്. അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുക. ആ സംഘർഷം ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളായ മനുഷ്യരെ മാത്രം ഇരകളാക്കപ്പെടുന്ന മനുഷ്യരെ തന്നെ ആദ്യം പിടിക്കുക. അത് നമ്മൾ ഗുജറാത്ത് കലാപത്തിൽ കണ്ടാണ്. ഗുജറാത്ത് കലാപത്തിൽ രക്ഷ തേടി പോയ മനുഷ്യരെ മുഴുവൻ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോയി കലാപകാരികളുള്ള സ്ഥലത്തേക്ക് കൊണ്ട് ഇറക്കി വിട്ട പോലീസിനെ കുറിച്ച് നമ്മൾ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ വായിക്കുന്നുണ്ട്. ഡൽഹി കലാപത്തിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹി കലാപത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരൊക്കെയും പ്രതികൾ. ഉമർ ഖാലിദിൻ്റെയൊക്കെ അവസ്ഥ എന്നാണ്, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഗോലിമാരോ സാലങ്കെ വെടിയുണ്ട കൊണ്ട് തീർക്കണം ഈ പറയുന്ന സമരക്കാരെ എന്ന് പ്രഖ്യാപിച്ച ആളുകൾ കേന്ദ്രമന്ത്രിസഭയിൽ ആദരിക്കപ്പെടുന്ന മന്ത്രിമാരായി മാറുന്നത് കാണുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നതെല്ലാം. നിങ്ങൾ നോക്കൂ, ഇപ്പം അതും മസ്ജിദുകളുടെ കാര്യം എടുത്താലും ഇപ്പോൾ സംബാലിൽ എന്താ സംഭവിച്ചത്? സംബാലിൽ നിലനിൽക്കുന്ന എല്ലാ നിയമത്തെയും മറികടന്നുകൊണ്ട് പള്ളിയിൽ പരിശോധന നടത്തണമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു കോടതി. അപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒരു 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 സർവേ സംഘം വരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ സംഘർഷമുണ്ട്, ദുരൂഹമാംവിധം ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു. 5 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ എല്ലാത്തിലും ഈ പറയുന്ന ആരാണിത് ട്രിഗർ ചെയ്യുന്നത്, ആരാണ് തീ കൊടുക്കുന്നത്, ഇതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരാണ്? ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ മാത്രം പ്രതികളാക്കപ്പെടുന്നു, അവർ മാത്രം ജയിലുകളിലാവുന്നു. കോടതികൾ പോലും ഒരുതരം പ്രത്യേകതരം മുൻവിധിയോടെ ഈ കേസ് എടുത്ത് നോക്കൂ. ഇതിൽ ഈ പറയുന്ന അക്രമം ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് റിമാൻഡിലും പോയി. അപ്പോൾ സമീപനത്തിൻ്റെ പ്രശ്നം, ഭരണകൂടത്തിൻ്റെ സമീപനം, ഭരണകൂടത്തിൻ്റെ ആസൂത്രണം, നീതിന്യായ സംവിധാനങ്ങളുടെ മുൻവിധി എന്ന് പറയുന്നൊരു ആവർത്തനം നടക്കുകയാണ്. നമ്മുടെ വിധിയാണിത്. കാരണം എന്താണ്? ഈ സംഗതികൾ നിരന്തരം മനുഷ്യരുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് നിരന്തരം ഒന്നുകിൽ ഔറംഗസീബിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളുടെയോ അല്ലെങ്കിൽ കുംഭമേളയുടെയോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് മനുഷ്യരെ മയക്കിക്കിടത്തുക, അതിന് മുകളിലൂടെ ഭരണകൂടത്തിന് സുഗമമായ അവരുടെ രാഷ്ട്രീയ സഞ്ചാരം നടത്താൻ കഴിയുമെന്ന് പറഞ്ഞ ഒരു വലിയ ദുർവിധിയെ ഇന്ത്യ നേരിടുന്നു. സത്യത്തിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഹിന്ദു പ്രൈഡ് വീണ്ടെടുക്കാൻ പഴയ ഏതോ രാജാവിൻ്റെ ടോംബ് തകർക്കണമെന്ന് പറയുന്ന അങ്ങേയറ്റം അയുക്തികമായിട്ടുള്ള ഏതോ ഒരുതരം പ്രത്യേക അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഒരു കൂട്ടം മനുഷ്യരുള്ളത്. അതാണ് നമ്മുടെ ശരിയാവണ്ണമുള്ള ഒരു രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ദുർവിധി ഈ രാജ്യം അനുഭവിക്കുന്ന സൂചനയാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള ബാധ്യത നമ്മൾ ഈ കോടതികൾ പോലുള്ള സംവിധാനങ്ങൾക്കുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഈ ഹോളിയുടെ ഭാഗമായിട്ട് എന്തിനാണ് നിങ്ങൾ പള്ളികൾ മറച്ചിരുന്നത്? ഇവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യട്ടെ, അവരവരുടെ നിസ്കാരവും നിങ്ങളുടെ ഹോളിൽ നടക്കട്ടെ. എന്തിനാണ് ഒരു വിഭാഗത്തിൻ്റെ മറച്ചിരുന്നത്? ആക്രമിക്കാൻ ആളുകൾ വരുന്നത് പറഞ്ഞാൽ തടയാനുള്ള പോലീസ് ഉണ്ടാവണം എന്ന് പറയേണ്ട കോടതികൾ പോലും നിശബ്ദമാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം മുഴുവൻ എങ്ങനെയാണ് പൊല്യൂട്ട് ചെയ്യപ്പെടുന്നത്, സിസ്റ്റം മുഴുവൻ എങ്ങനെയാണ് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തോട് വിധേയപ്പെടുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു കാലം, ഇതിനെതിരായി പ്രതിരോധം ഉയർന്നു വരണമെന്ന് വിചാരിക്കുന്ന ഒരു കാലം, ഒരു പ്രഭാതം ഉണ്ടാവട്ടെ എന്ന് ആശിക്കാം.